ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നുണ്ട്. അതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എത്രയധികം സ്നേഹമുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. മിക്കവാറും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ പരിചയം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് പഠിച്ചവരായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. കാരണം എല്ലാ സമയവും നിങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ഒന്നിച്ചുള്ള ആ ഒരു സമയങ്ങളെല്ലാം തന്നെ ആ ഒരു വ്യക്തിക്ക് വളരെയധികം സന്തോഷവും സമാധാനവും കൊടുക്കുന്നതാണ്. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഒരു പേഴ്സൺ. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത നല്ലൊരു സുഹൃത്തായിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയങ്ങളെല്ലാം തന്നെ നിങ്ങൾ വളരെയധികം സെലിബ്രേറ്റ് ചെയ്തിരിക്കാം ലൈഫ്. അതാണ് കാണുന്നത്. എന്നാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ നിങ്ങളിൽ ഒരാൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളാകാം, അല്ലെങ്കിൽ അവരാകാം. എന്തായാലും ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. ഇത് നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരിക്കാം. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ലോകം തന്നെ കാണുന്നുണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ അരികിലേക്ക് ഒരു പ്രപ്പോസലായി എത്തണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഴയ ലൈഫിലേക്ക്, നിങ്ങളുടെ ആ ഒരു ലൈഫിലേക്ക് തിരികെ വരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഈ ഒരു പേഴ്സൺ ഒരുപാട് ഇമോഷണൽ സപ്പോർട്ട് നൽകിയ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കുറച്ച് ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതായത് നിങ്ങളെ ഈ നിലയിൽ എത്തിക്കാനായിട്ട് സഹായിച്ചത് ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് നിങ്ങളെ ആ ഒരു ക്ഷമ എന്താണെന്ന് പഠിപ്പിച്ചത് ഈ ഒരു പേഴ്സൺ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ മജീഷ്യൻ കാർഡ് കിട്ടിയത്. ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവരുടെ ആ ഒരു ലോകമാണ് ആ ഒരു വ്യക്തി കാണുന്നത്. ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട്. കുറച്ചുകൂടി കാർഡ്സ് നോക്കാം. ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടോ എന്ന് നോക്കാം. നമുക്ക് നെക്സ്റ്റ് കാർഡും അത് തന്നെയാണ് കിട്ടിയത്. ക്യൂൻ ഓഫ് കപ്സ് ആണ് കിട്ടിയത്. പേജ് ഓഫ് കപ്സ് നമുക്ക് കിട്ടിയിരുന്നു. ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. പക്ഷെ അതെല്ലാം ഹൈഡാണ്, അതൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല നിങ്ങളുടെ പേഴ്സൺ. അപ്പം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യമായിരിക്കാം ആ ഒരു വ്യക്തിയുടെ. നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമൊന്നും ഇല്ലായിരിക്കും എന്നോട്, അല്ല എന്നെപ്പറ്റി ഓർക്കുന്നില്ലായിരിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു ഇമോഷൻസ് എല്ലാം അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു.
ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ വേൾഡ് കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ്. അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ അബ്രോഡ് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കാണും. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ അവരുടെ ലോകമായിട്ടാണ് കാണുന്നത്. ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇത്രയും നാൾ ഒരു കർമ്മയിലൂടെ ആയിരിക്കാം കടന്നു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ലൈഫ് ലെസൺസ് ഇതിനോടകം തന്നെ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും കുറിച്ചിട്ട്. എന്തായാലും ഈ ഒരു വ്യക്തിക്ക് ഒരു റീബർത്താണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തിക്കൊരു മാറ്റം സംഭവിച്ചേക്കുന്നത്, ഒരു ചേഞ്ച് ഉണ്ടായേക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നായിരിക്കാം നിങ്ങളെ തമ്മിൽ അകറ്റുന്നത്, എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളെ കൈവിട്ടിട്ടില്ല. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി ആ ഒരു വാൻസ് പിടിച്ചിരിക്കുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത് കൈവിട്ട് കളഞ്ഞിട്ടില്ല, നിങ്ങളെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. പക്ഷേ എന്തൊക്കെയോ നെഗറ്റീവ് എനർജി കൊണ്ട് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയതായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്ന് ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേഴ്സണിൻ്റെ സോൾ മെസ്സേജ്. എനിക്ക് നീയുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് ഫീൽ ചെയ്യുകയാണ്. അതായത് നീയാണ് എൻ്റെ സോൾമേറ്റ്. നീയുമായിട്ടുള്ള ആ ലൈഫിൽ എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു. നീയാണ് എൻ്റെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി എനിക്ക് കൊണ്ടു തന്നത്. നീയുമായിട്ടുള്ള ഒരു ലൈഫ് ഇനിയും തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു സമയങ്ങളെല്ലാം തന്നെ എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഇപ്പോൾ പോയേക്കുകയാണ്. എൻ്റെ ചുറ്റിനും ആരുമില്ല, ഞാൻ തനിച്ചാണ്. നിൻ്റെ അരികിലേക്ക് ഒരു പ്രപ്പോസലായി എത്തണം എന്നുള്ളതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. നീയുമായിട്ട് ഞാനൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു. അതായത് പഴയതിലും ശക്തമായി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. അതായത് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ്. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? നിങ്ങളൊരു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ വളരെയധികം സങ്കടത്തിലാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലത്തെ വേദനയായിരിക്കാം നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സങ്കടത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നിങ്ങളുടെ ലൈഫിനൊരു ഫുൾഫിൽമെൻ്റാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സമയം നിങ്ങൾ സ്റ്റക്കായിട്ട് തുടരുകയല്ല വേണ്ടത്, നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വേദനകളെല്ലാം തന്നെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ലൈഫിനൊരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്.
ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവും. നിങ്ങൾ ആഗ്രഹിച്ചത് എന്തോ അത് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ വന്നു ചേരും എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു നെഗറ്റീവ് തോട്ട്സൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ മറന്നേക്കുക. നിങ്ങൾക്ക് തോന്നാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തോറ്റുപോയെന്ന്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ തോറ്റുപോയി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്തിട്ടും ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെയുള്ളൊരു ഓവർ തിങ്കിങ് ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സമയം ആ ഒരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം, അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ആ ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിന്നെല്ലാം വെളിയിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടത് നിങ്ങളുടെ ആ ഒരു ലൈഫിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഓപ്പൺ ആക്കി വെക്കേണ്ടതുണ്ട്. കാരണം തേർഡ് ഐ ചക്ര ഓപ്പൺ ആക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 7 ചക്രാസ് ആണുള്ളത്. അതിലെ തേർഡ് ഐ ചക്ര ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുകയില്ല. നമുക്ക് സ്ട്രെസ് ആയിരിക്കാം, ഡിപ്രഷൻ ആയിരിക്കാം, നമ്മുടെ ലൈഫിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഇല്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ തേർഡ് ഐ ചക്ര ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യുക.